ഹലോ, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു പ്രൊമോ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോരും മുൻപേ സീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയായിരുന്നു അല്ലേ. നമ്മുടെ അലീന ഡിസ്ചാർജ് ആവാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുകയാണ്. അപ്പോൾ അലീന പോകാനായിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും റൂമിലോട്ട് നമ്മുടെ രണ്ട് ഡോക്ടേഴ്സും നേഴ്സും നമ്മുടെ ബാലചന്ദ്രനും കൂടെ കടന്നു വരികയാണ്. എൻ്റെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അലീന മോളെ, ഇപ്പോൾ നിവരുമ്പോഴും കുനിയുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഡോക്ടർ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. 2 ആഴ്ച ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട, എങ്കിലും കുറച്ചൊക്കെ നടക്കാനോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തോളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ സാറിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു സാറിൻ്റെ മോളായിരിക്കും അലീന എന്ന്. ഞാൻ 1-2 പ്രാവശ്യം സാറിനോട് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് സംസാരിച്ചത് എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്, തിരിച്ച് അവളും സ്വന്തം വീട് പോലെയാണ് കാണുന്നതെന്ന് നമ്മൾ ബാലചന്ദ്രൻ ഡോക്ടറോട് പറയുകയാണ്. നമ്മുടെ മറ്റേ ഡോക്ടറും പറയുന്നുണ്ട്, മോളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, ഒരു മുട്ടയുടെ തൊണ്ട് കളയുന്ന പോലെ ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുക, അത്രേ പാടുള്ളൂ, ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കപ്പിന് വരണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ പോവാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഡിസ്ചാർജ് ആവാൻ പോവാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരട്ടെ എന്ന്. അപ്പോൾ തന്നെ സാർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അലീന ബാഗ് തുറന്നിട്ട് നമ്മുടെ അച്ചായൻ കൊടുത്ത പൈസ, നമ്മുടെ രേവതി കുട്ടിയും നമ്മുടെ അച്ചായനൊക്കെ വന്ന ദിവസം കുറച്ച് ക്യാഷ് കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ ആ ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ നോക്കിയപ്പോൾ 500-ൻ്റെ ഒരു കെട്ട് നോട്ടാണ്. ഇതെവിടെ നിന്നാണ് നിനക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ രേവതി കുട്ടി അവരൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു. അവർ തന്നത് അവരുടെ സ്നേഹവും ഇതും കൊണ്ട് നിനക്ക് തന്നതാണ്. ഇത് ബില്ലടയ്ക്കേണ്ടത് എൻ്റെ കടമയാണ്. എന്തായാലും ഇത് സൂക്ഷിച്ച് നീ വെക്ക്, ആവശ്യം വരുമെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഹരിയും രോഹിത്തും തമ്മിൽ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഹരീനെ കണ്ടപ്പോൾ തന്നെ രോഹിത് ചോദിക്കണു, ഓ നീ അന്ന് ഫോണിൽ കൂടെ പറഞ്ഞു മനുവായിട്ട് നിന്നെ തല്ലിയെന്ന്, ഇത് എന്ത് തല്ലാടാ തല്ലിക്കുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമൊന്നും ആയില്ലല്ലോ, എന്നെ അമ്മാതിരി തല്ലി ചതച്ചു. എന്നിട്ട് ഹരി പറഞ്ഞു, അമ്മയും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ അറിഞ്ഞു, കമല അപ്പച്ചി അറിഞ്ഞോ? ഇനി ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ വരുന്നത്, എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും? എന്തായാലും നിൻ്റെ അമ്മ എന്നെ വിളിച്ചൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ എനിക്ക് ടെൻഷനാണ്, ഈ പുല്ലാപ്പ് തലേന്ന് ഒഴിഞ്ഞു എന്ന് കരുതിയതാണ്, ഇത് വീണ്ടും മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലുകയാണല്ലോ എന്ന് രോഹിത് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അവളെ സൂക്ഷിക്കണം, അവൾ വിചാരിക്കും കണക്കല്ല, അവൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇത് ഇനി എന്താ ചെയ്യണേ? എന്തൊക്കെയാണെങ്കിലും അവൾ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തായാലും അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അപ്പച്ചിയോടൊന്നും, നിൻ്റെ അമ്മയോട്, അതായത് നമ്മുടെ വൈജയന്തിയോടൊന്നും പറയരുത് എന്നുള്ളത് ഹരി കാല് പിടിച്ചാണെങ്കിലും അമ്മയെ കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അലീനയും നമ്മുടെ ബാലചന്ദ്രനും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞതും നമ്മുടെ അലീനക്കുട്ടി ആ വീട്ടിലോട്ട് നോക്കുകയാണ്, എന്തായിരിക്കും ഇനി കടന്നു ചെന്നാലുള്ള അവസ്ഥ, മേഡത്തിന് എങ്ങനെയാണ്, മേഡത്തിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ, പിന്നെ രോഹിത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതൊക്കെയുള്ള ഒരു ഇത് അവളുടെ അലീനയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ എത്തിയിട്ട് അവളെ ബാഗ് ചെന്ന് ബാക്കിൽ ഡോറ് തുറന്നെടുക്കാൻ പോയപ്പോൾ ബാലചന്ദ്രൻ വഴക്ക് കൊടുക്കും. വെയിറ്റ് എടുക്കലെന്ന് ഡോക്ടർ പറഞ്ഞത് നീ മറന്നോ? നീ തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ മോളെ. ഇവിടെ വരുമ്പോൾ മേഡം പല രീതിയിലും പറയും, പക്ഷേ നീ അതൊന്നും നോക്കണ്ട. അപ്പോൾ പറയാം, എന്നാലും സാറൊന്ന് പറഞ്ഞേക്കുക മാഡത്തിനോട്, എനിക്കറിയില്ല എന്നൊക്കെ. അലീന കുട്ടിക്കാര്യം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും പഴയ കണക്ക് വീട്ടിലെ പണി ഉടനെ തന്നെ ചെയ്യുമ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ, ആ ഒരു റെസ്റ്റ് നമുക്ക് കൊടുക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ അവൾ പറഞ്ഞതാണ് അലീന. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണജ പറയും, അമ്മേ ആരോ വന്നു. എനിക്കറിയാമല്ലോ, ബെല്ലടിച്ച് ആരോ വന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി നേരെ ചെയ്യുന്ന ഡോറ് തുറക്കുകയാണ്. നോക്കുമ്പോൾ ബാലചന്ദ്രൻ നിൽക്കണു, ഒപ്പം ഒരു ബാഗുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന കടന്നു വരണം. ഓ വന്നോ, രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇത്രയും ചട്ടം കെട്ടി പോയത് എവളെ കൊണ്ടുവരാനായിട്ടായിരുന്നോ? എവളെ കാറിലാണോ കൊണ്ടുവന്നേ?
അതെ എന്തേ കുഴപ്പമൊന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. എവിടെയെങ്ങാനും ഒരു ഓട്ടോറിക്ഷ കയറ്റി വിട്ടാൽ പോരെ, എന്താ അവൾ കാറിൽ കയറി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ലേ? ഇല്ല, പറയാനുള്ളത് നീ പറഞ്ഞിട്ട് പോവല്ലേ, പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി അകത്ത് കയറി പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജ വന്നിട്ട് ബാഗൊക്കെ മേടിച്ചുകൊണ്ട് പോവാണ്. പോയിട്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് ബാഗ് കൊണ്ടുവെക്കും മോളെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ അലീനയും നമ്മുടെ കൃഷ്ണജയും കൂടെ മുത്തശ്ശിയുടെ അടുത്ത് പോകണം. അലീനയെ കണ്ടതും അയ്യോ മുത്തശ്ശിക്ക് എന്താ സങ്കടവും മോളെ, ഞാൻ വഴിപാടൊക്കെ നേർന്നൊക്കെയായിരുന്നു, എനിക്ക് നീ വന്നെത്തുന്ന വരെ ഒരു സമാധാനം ഇല്ലായിരുന്നു, എന്ത് പറ്റിയതാ മോളെ എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങളും പരാതികളും. ഒരു കുഴപ്പമില്ല, ഞാനില്ലാണ്ട് മുത്തശ്ശി ഇവിടെ കഷ്ടപ്പെട്ടോ, എന്തായിരുന്നു? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മോളെ, എന്നാലും നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ലപോലെ ഉണ്ട്. ഇനി നീ എടുത്തു ചാടി അവൾ വാക്കും കേട്ട്, അതായത് വൈജയന്തി പറയുന്നതും കേട്ട് നീ പോയി പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം കേട്ടോ മോളെ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം കൃഷ്ണജയും പറയുന്നുണ്ട്, ചേച്ചി എല്ലാം നോക്കിയും കണ്ട് ചെയ്താൽ മതി, അമ്മയുടെ ക്യാരക്ടർ ചേച്ചിക്ക് അറിയാമല്ലോ. എന്നിട്ട് കൃഷ്ണജ പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വൈജയന്തി നമ്മുടെ അലീനയെ വിളിക്കണം. അലീന, മേഡം ഞാൻ ഇവിടെ ഉണ്ട്, കൃഷ്ണജയുടെ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട്. നീ എന്താണ് വന്ന പാടി തന്നെ അവിടെ ഇരിക്കുന്ന, അടുക്കളയിലോട്ടൊന്നും കയറുന്നില്ലേ? അല്ല മേഡം, 2 ആഴ്ചത്തെ റെസ്റ്റ് വേണം, ഇത്രയും ദിവസം ആശുപത്രി ഇരുന്ന് അങ്ങോട്ട് സുഖം പറ്റിയില്ലേ, ഇനി റെസ്റ്റൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ വരാണ്. വന്ന് നമ്മുടെ വൈജയന്തിക്ക് വഴക്ക് കൊടുക്കുകയാണ്. നിനക്കെന്ത് തലയ്ക്ക് ഭ്രാന്താണോ? അവൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ആളല്ലേ, അവൾ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യട്ടെ. എവൾക്ക് വേലക്കാരിക്ക് വെച്ച് കൊടുക്കേണ്ട, വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിൻ്റെ മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് ഞാൻ വെച്ച് വിളമ്പി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾക്കും കൂടെ കൊടുക്കണം. അപ്പോൾ അലീന പറയും, എന്നാൽ 2 ആഴ്ചത്തേക്ക് എന്നെയും മോളായിട്ട് എന്നെ കരുതിക്കുള്ളൂ. എൻ്റെ പട്ടി കരുതി, എൻ്റെ പട്ടിയുടെ മോളായിട്ട് പോലും ഞാൻ നിന്നെ കരുതില്ല, മോളായിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയുടെ നേരെ ബാലചന്ദ്രൻ കുറേ ഷൗട്ട് ചെയ്യാണ്, നിനക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിച്ചില്ല. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് മാഡം ചെയ്തത്, എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യവും വിരോധവും കാണിക്കുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അതെ അതിനെങ്കിലും നീ ഒരു മറുപടി കൊടുക്കുക. അപ്പോൾ തന്നെ അലീന തൊഴുതുകൊണ്ട് പറയണേ, എൻ്റെ പൊന്നെ നീ ഒരു പണിയും ചെയ്യണ്ട, നീ ഇരുന്ന് സുഖിച്ചോ എന്ന് പറഞ്ഞിട്ട് അലീന അകത്ത് കയറി ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിൻ്റെ ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അതെ, അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അതൊക്കെ ഒരു വശത്ത് നടക്കും, നിൻ്റെ ശരീരം നോക്കേണ്ടത് റെസ്റ്റ് എടുക്കേണ്ടത് നിൻ്റെ കാര്യമാണ്, നീ അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനും പോവാണ്. അപ്പോൾ പാവം കേട്ടോ നമ്മുടെ അലീന ഈ ഒരു സിറ്റുവേഷനും ഈ വീട്ടിൽ ഇനി എങ്ങനെയാണ്, എനിക്ക് പറ്റാണ്ട് വരുമോ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി അലീന വിഷമിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുകയാണ്. മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ റിങ്കുവിനെ നോക്കി ഇറങ്ങിയതന്നെ, അതാ വരണു നമ്മുടെ റിങ്കു. അപ്പോൾ അലീനയ്ക്ക് അങ്ങോട്ട് വല്ലാത്തൊരു സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ റിങ്കു ഉള്ളത് കൊണ്ടാണല്ലോ അവൾ ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ അലീന റിങ്കുവിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ വന്നു എന്നുള്ള കാര്യം, നീ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടതില്ലെങ്കിൽ ഞാൻ ഇന്ന് മണ്ണിനടിയിലാവില്ലേ എന്നൊക്കെ അലീന സങ്കടത്തോടെ റിങ്കുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അലീന മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വില്ലൻ വരുന്നുണ്ട്. ആരാണ്? നമ്മുടെ രോഹിത്ത്. ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വന്നതല്ല, ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വരവ്. എന്നിട്ട് അവൾ നടുക്ക് ഇങ്ങനെ തടഞ്ഞ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കും. എന്തേടിയെന്ന് ചോദിക്കും. മാറുന്നു പറയും. അപ്പോൾ അലീന ചോദിക്കും, എനിക്കൊരു മൊബൈൽ ഉണ്ടായിരുന്നു, അതെന്തിയെന്ന് ചോദിക്കും. നീ പൊടി പുല്ലേ, നിൻ്റെ അടുത്ത് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല, ഇനി ഈ ഒരു അവസരം പോയി, നീ ഇനി അടുത്ത് എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് നീ രക്ഷപ്പെടില്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ അലീനയും തിരിച്ച് പറയുന്നുണ്ട്, എനിക്കും അതേ പറയാനുള്ളൂ, നീ ഇന്ന് രക്ഷപ്പെട്ടു, അടുത്ത പ്രാവശ്യം ഇനി ഒരു രക്ഷപ്പെടലുണ്ടാവില്ല, നീ പറ്റുന്ന പോയി ചേടി പുല്ലേ, നീ മാറടിയെന്ന് പറഞ്ഞിട്ട് അലീനയെ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ നേരെ നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിൽ ചെന്നിട്ട് മൊബൈൽ എന്തിയാ മുത്തശ്ശി എന്ന് ചോദിക്കണം. അപ്പോൾ മുത്തശ്ശി പറയും, നമ്മളെ നീ ഇത് വെച്ചോളൂ, എനിക്കിതിൽ വിളിക്കാനും മറ്റൊന്നും അറിയത്തില്ല, അപ്പോൾ നീ വിളിച്ചോളൂ. അപ്പോൾ എനിക്ക് രേവതി കുട്ടിയെ വിളിക്കാനാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അലീന അതിൽ രേവതി കുട്ടിയെ വിളിക്കുകയാണ്. എന്നിട്ട് രേവതി കുട്ടിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായി ചേച്ചി? മേഡം പറഞ്ഞതുപോലെ അതിന് വലിയ മാറ്റമൊന്നും വന്നില്ല, ദേഷ്യപ്പെടലൊക്കെ ഉണ്ട്. എന്നിട്ട് അവനെ കണ്ടോ ഹരി? ഇല്ല, അവൻ ഇനി ഈ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ടാവില്ല മോളെ, പേടിയായിരിക്കും. അപ്പോൾ അവനോ രോഹിത്ത്?
അവനോ അപ്പം പറയാം അവനെ കണ്ടോ, അവന് യാതൊരു കൂസലുമില്ല, ഇനി ചേച്ചി വിട്ടുകൊടുക്കരുത്. ബാലചന്ദ്രൻ സാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്താണെങ്കിലും ശരി എല്ലാ കാര്യങ്ങളും തുറന്ന് സാറിനോട് പറയണം. ഇതിനെല്ലാം കാരണക്കാരൻ രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ ഹരിയും ആണെന്നുള്ളതും ഇങ്ങനെയൊക്കെ ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്നു എന്നും ഞാൻ സ്വയം ഇങ്ങനെ ഇവരെന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞ് എന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും ഒരു കൂസലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പറയും ഹരിക്ക് പിന്നെ മനുവേട്ടൻ 2 കൊടുത്തു, പക്ഷേ ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക മോളെ. അപ്പോൾ വന്നിട്ട് അലീന രേവതി കുട്ടിയോട് പറയുകയാണ്, എന്തായാലും ഞാൻ ഇന്ന് അവനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എൻ്റെ മൊബൈൽ തരണമെന്ന് പറഞ്ഞിട്ട്. അവൻ എന്താണ് മറുപടി പറയുന്നത് അനുസരിച്ചിട്ട് ഞാൻ തിരിച്ചു അവന് നല്ല പേടിക്കുന്ന രീതി, അതായത് ഒരു താക്കീത് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ അവന് മറുപടിയും കൊടുക്കും. അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രംഗത്തോടു കൂടെയാണ് ഇന്ന് വൈൻഡപ്പ് ചെയ്യണത്. ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളമാണ് അലീന ഇനി നമ്മുടെ രോഹിത്തിനോടും നമ്മുടെ ഹരിയോനോടും ഈ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കാൻ പോകുന്നതെന്നും ഇനി ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയണോ വേണ്ടയോ, അതുപോലെ തന്നെ നമ്മുടെ വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്നുള്ള വിവരം വൈജയന്തി തിരിച്ചറിയാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും എപ്പിസോഡിൽ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.